മച്ചാമാരെ ശരിക്ക് നമുക്ക് ചെറിയ രീതിയിലുള്ള പണി കിട്ടണം. എന്തിനറിയോ? ഓരോന്ന് പഠിക്കാനേ. ഇവിടുത്തെ വർക്ക്ഷോപ്പിൽ ഒരു സ്പെയർ പോലും കിട്ടൂല. സ്പെയർ കിട്ടൂല എന്നല്ല, പക്ഷെ അത്രയ്ക്ക് ഡീപ്പായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ 8 അല്ല 16 പണി. ഓട്ടോ ഗ്യാരേജിൽ നിന്ന് വണ്ടി റെഡി ആക്കിയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ മച്ചാമാരെ അങ്ങനെ നമ്മള് തിരൂരിന്ന് 2ാമത്തെ ദിവസം നമ്മൾ ഇന്നലെയാണ് ട്രെയിനിൽ ഇറങ്ങിയിട്ടുള്ളത്. 2ാമത്തെ ദിവസം ഞാൻ വിഷ്ണു മച്ചാനെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചപ്പോൾ തന്നെ ആള് നമ്മളെ തിരൂര് കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ റേഡിയേറ്റർ ഫാന് നമ്മൾ 2ാമത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഷോപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ പറയാം. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഓർഡർ വേണമെങ്കിലും ഈ ഒരു ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്യാം. കാറിന്റെ എല്ലാവിധ സ്പെയറുകളും, ഏത് കിട്ടാത്ത സ്പെയർ ആണെങ്കിലും നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി റെഡിയാക്കി കാണാം. ഗായ്സ് അങ്ങനെ നമ്മൾ പട്ടാമ്പിക്ക് അപ്പുറത്തുള്ള നമ്മളെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സാധനം എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് സാധനം. നമ്മള് ഇവിടുത്തെ വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു സ്പെയർ പോലും കിട്ടൂല. സ്പെയർ കിട്ടൂല എന്നല്ല, പക്ഷെ അത്രയ്ക്ക് ഡീപ്പായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അവര് നമ്മളെ സ്ഥലത്തേക്ക് തന്നെ വരും. അങ്ങനെ നമ്മളെ വർക്ക്ഷോപ്പ് എത്താനായിട്ടുണ്ട്. ഇത് കൊടുത്തിട്ട് ഇന്ന് ഫിറ്റ് ചെയ്ത് കിട്ടുമല്ലോ. കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ 8 അല്ല 16 പണി. ഗായ്സ് അങ്ങനെ നമ്മള് മരുതൂർ പാലത്തിനടുത്തുള്ള വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അതിനാണ് പാലം. അപ്പൊ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. എടാ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇത്രയും വലിയൊരു വർക്ക്ഷോപ്പാണ്. ഇത്രയും വലിയൊരു വർക്ക്ഷോപ്പാണ്. ഇവിടെ ഈ കാറിന്റെ ഈ ഒരു ചെറിയ സ്പെയർ കിട്ടിയില്ല എന്ന് പറയുന്നത് വലിയ അത്ഭുതം തന്നെയാണ് അല്ലേ. എന്നിട്ട് നമ്മൾ ആ സ്പെയർ നമ്മൾ തിരൂരിൽ നിന്ന് ഒപ്പിക്കേണ്ടി വന്നു. നമ്മൾ ആ സാധനം തിരൂരിൽ നിന്ന് ഒപ്പിച്ചിട്ടാണ്. തിരൂരിന്റെ പവറാണ് മക്കളെ. തിരൂര് മാർക്കറ്റിൽ കിട്ടാത്ത സാധനം ഇല്ല, ഒരു സാധനം ഇല്ല. അല്ല, ഒരുപാട് വലിയ ഷോപ്പ്, ചെറിയ വർക്ക്ഷോപ്പ് ആണെങ്കിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ വലിയ വർക്ക്ഷോപ്പ് ആണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യാം. അതായത് ഇവർക്ക് വലിയ രീതിയിലുള്ള ഷോപ്പുകളുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കാം അല്ലെ, അങ്ങനെ ഉണ്ടാക്കി വെക്കാം. പിന്നെ അതോ ഇവർ മെനക്കെടാത്തതാണോ ഇനി വേറെ വല്ല ഉദ്ദേശങ്ങളുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. വിൽ ചെക്ക്, അറിയില്ല. നമ്മൾ കുറച്ച് ദൂരം ഈ ഒരുപാട് ആളുകളുണ്ടല്ലോ ദൂരത്തൊക്കെ ഇതേപോലെ വന്ന് പെട്ട് നിൽക്കുന്ന ആളുകൾ, ചൂഷണത്തിനിരയാകുന്ന ഒരുപാട് ആളുകളുണ്ട് നിലവിൽ. പക്ഷെ അവരൊന്നും അവരെ സ്വന്തം കാര്യങ്ങൾ പുറത്തു പറയില്ല. അതാണ് വലിയൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ പാലത്തിന്റെ അവിടെ എത്തി. വണ്ടീന്റെ വർക്ക് ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് തന്നെ നമുക്ക് വണ്ടി ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മളെ വണ്ടിയിൽ റേഡിയേറ്ററിന്റെ ഫാൻ ഫിറ്റ് ചെയ്യുന്നു ഗൈസ്. ശരിക്ക് മച്ചാമാരെ ശരിക്ക് നമുക്ക് ചെറിയ രീതിയിലുള്ള പണി കിട്ടണം. എന്തിനറിയോ? ഓരോന്ന് പഠിക്കാനേ. പാർട്സിനെ കുറിച്ച് പഠിക്കാൻ അത് നല്ലതാണ്. ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പൊ നമുക്ക് കാറിനെ കുറിച്ച് അല്ലെങ്കിൽ ഇപ്പൊ ബൈക്കിനെ കുറിച്ച് നമുക്ക് ഏകദേശം അല്ല ഒരു 90% കാര്യങ്ങൾ അറിയാം. എവിടെയൊക്കെ പണി വരാം, എങ്ങനെയൊക്കെ പണി വരാന്നൊക്കെ. അപ്പൊ കാറിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക്, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിനുണ്ടാവും. ഈ മിഡിൽ ക്ലാസ് ആയാൽ തരോ ഇത്തരത്തിലുള്ള നമ്മളെ ചെറിയ അനുഭവത്തിലൂടെ ഓരോ സംഗതികൾ പഠിക്കുള്ളൂ. അങ്ങനെ ഒരു ചെറിയ സംഗതി പഠിക്കാൻ കിട്ടിയ ഒരു അവസരമാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആശ്വസിക്കാം. അല്ലാതെ എന്ത് ചെയ്യാം? പക്ഷെ ചില്ല് ഗായ്സ് അങ്ങനെ നമ്മളെ വണ്ടി സെറ്റായിട്ടുണ്ട് കേട്ടോ. അച്ഛന്മാരങ്ങനെ നമ്മളെ വണ്ടി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ മരുതൂരുള്ള
പിന്നെ ഓട്ടോ ഗ്യാരേജിൽ നിന്ന് വണ്ടി റെഡി ആക്കിയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് പോവാം. അപ്പൊ ഓക്കെ, ചെക്ക് ചെയ്യും, ഇനി കറക്റ്റ് ചെക്ക് ചെയ്യും. എന്നാ ശരിട്ടാ.